നായകുരച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഹൈക്കോടതി ജഡ്ജിയുടെ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. ഹൈക്കോടതിയിലെ ഡ്രൈവർ എറണാകുളം സ്വദേശി വിനോദിനാണ് മർദ്ദനമേറ്റ് ഗുരുതരമായി പരിക്കേറ്റ വിനോദിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച. വിവരങ്ങളുമായി കിരൺ, എപ്പോഴാണ് ഈ സംഭവം? എവിടെയാണ്? കൊച്ചിയുടെ നഗരഹൃദയത്തിൽ തന്നെയാണ്. എന്താണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? ഉമേഷ്, തിങ്കളാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. വളർത്തുനായ കുരച്ചതിനെ തുടർന്ന് വിനോദിനെ 4 പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ഉത്തരേന്ത്യൻ സ്വദേശികളായിട്ടുള്ള 4 പേരാണ് ഈ മർദ്ദനം നടത്തിയത്. ഇവർ നായ കുരച്ചതിനെ തുടർന്ന് ഈ നായയെ ഉപദ്രവിച്ചിരുന്നു. ഇത് വിനോദ് ചോദ്യം ചെയ്തതോടുകൂടിയാണ് മർദ്ദനം ഉണ്ടായത്. ഇദ്ദേഹത്തെ കഴുത്തിന് കുത്തിപ്പിടിച്ചായിരുന്നു മർദ്ദിച്ചത്. കഴുത്തിൽ കുത്തിപ്പിടിച്ചതിനെ തുടർന്ന് തലച്ചോറിലേക്ക് രക്തോട്ടം നിലച്ച നിലയിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ICUവിലാണ് വിനോദ് ഉള്ളത്. ഇദ്ദേഹത്തിന്റെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളൊരു വിവരമാണ് ആശുപത്രി അധികൃതരും അറിയിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയുടെ ഡ്രൈവറാണ് വിനോദ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പോലീസ് പങ്കുവച്ചിട്ടില്ല. ഏതായാലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവരാണ് ഈ 4 പേരും എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് കിരൺ? ആശുപത്രിയിൽ നിന്നോ പോലീസിൽ നിന്നോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും മറുപടി ലഭിക്കുന്നുണ്ടോ? ഈ വിനോദിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളൊരു വിവരമാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം നിലച്ചിട്ടുണ്ട്. ഈ കഴുത്തിന് ഏറെ നേരം കുത്തിപ്പിടിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ തലച്ചോറിന് മാരകമായി തന്നെ അപകടം പറ്റിയിരിക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് ഏതായാലും ആശുപത്രി അധികൃതർ നൽകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഏതായാലും 4 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിരണാണ് വിവരങ്ങൾ നൽകിയത്.